നമസ്കാരം ഉണ്ട് കേട്ടോ. ഞങ്ങൾ എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. ഞങ്ങളാണ് ഓഡിയോ കാസറ്റുകൾ. കുറച്ച് വർഷം മുമ്പേ ഞങ്ങൾ ഓരോ വീട്ടിലെയും താരങ്ങളായിരുന്നു. എത്ര പേരുടെ വിഷമവും സങ്കടവും ഒക്കെയാണെന്നറിയാമോ ഞങ്ങൾ പാട്ട് കൊണ്ട് മാറ്റിയിട്ടുള്ളത്. അന്നൊക്കെ ഒരു ഓഡിയോ കാസറ്റ് മേടിക്കാനായിട്ട് കടകൾ തോറും കയറി ഇറങ്ങി മടുത്തവർ വരെ ഉണ്ട്. അന്നൊക്കെ ഞങ്ങൾ നമ്പർ 1 ടീംസ് ആയിരുന്നേ. പക്ഷെ ഇപ്പം എന്ത് ചെയ്യാനാ? കാലവും മാറി, സംഗീതത്തിൻ്റെ കോലം മാറി, സംഗതികൾ മാറി, എല്ലാം മാറി. ഇപ്പം ഞങ്ങളെ ആർക്കും വേണ്ട. ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതും ഒരു മൂലയിൽ ഇങ്ങനെ ആർക്കും വേണ്ടാതിരിപ്പാ. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഓഡിയോ പ്ലെയറില്ലേ, അതൊന്നും ഇപ്പം വർക്കിംഗ് അല്ലെന്ന്. അതിൻ്റെ ഒന്നും ഒരു സ്പെയർ പാർട്സ് പോലും കിട്ടാനില്ല അത്ര. ചില വീടുകളിൽ ഇപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ട്. അതിന് എത്ര ആൾ ഓടുന്നറിയില്ല. ഞങ്ങൾ കാസറ്റുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. കുറച്ച് നാളിങ്ങനെ വെറുതെ ഇരുന്നാൽ ഞങ്ങളിങ്ങനെ പൂപ്പൽ വന്നു പിടിക്കും. പിന്നെ ഇതിങ്ങനെ പ്ലേ ചെയ്യാനായിട്ട് വലിയ പണിയാണ്. പക്ഷെ ഈ ഞങ്ങളെപ്പോലുള്ള കാസറ്റുകളിട്ട് പാട്ട് കേൾക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക സുഖമായിരുന്നു. ആ കാലമൊക്കെ പോയി. ഇപ്പം ന്യൂജൻ കാലത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഞങ്ങളുടെ കാസറ്റിലുള്ള പാട്ടുകൾ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പം എല്ലാവർക്കും യൂട്യൂബിൽ എല്ലാ പാട്ടും കിട്ടൂലോ. പക്ഷേ 10-12 പാട്ടിന് വേണ്ടിയിട്ട് ഒരു കാസറ്റ് മേടിച്ച് 2 സൈഡ് തിരിച്ചിട്ട് ആ കാസറ്റ് പ്ലെയറിൽ നിന്നുള്ള പാട്ട് കേൾക്കുമ്പോണ്ടല്ലോ, ഓ എന്താ പറയാ. കാലം മാറുന്നതനുസരിച്ച് ഞങ്ങൾക്കിടെ പാവത്തിലും രൂപത്തിലൊക്കെ മാറ്റം വന്നുകൊണ്ട് ഞങ്ങളെപ്പോലെ കുറച്ച് പേര് ഇങ്ങനെ വീട്ടിലിരിപ്പായിന്ന് മാത്രം. ആ ഭക്തിഗാനങ്ങളും നാടകഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. എത്ര കമ്പനികളെ കാസറ്റ് ഇറക്കിക്കൊണ്ടിരുന്നതെന്നറിയോ? ആ കമ്പനികളൊക്കെ ഇപ്പം എവിടെ പോയാവോ? എന്തൊക്കെയാണെങ്കിലും അതൊരു കാലഘട്ടം, സുഖകരമായ കാലഘട്ടമായിരുന്നു.